എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഗ്യാസ് സ്റ്റവിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ഗ്യാസ് എങ്ങനെയൊക്കെ സേവ് ചെയ്യാമെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറവുണ്ടാവും, ചിലപ്പോൾ ഹീറ്റ് കുറവുണ്ടാവും, പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള മെയിനായിട്ടുള്ള കാരണങ്ങളും കംപ്ലൈൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന് സെലക്ട് വയ്ക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. കൂടാതെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മറുപടി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. കൂടാതെ പ്ലേലിസ്റ്റിൽ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ്. അപ്പോൾ ഇത് സാധാ നമ്മുടെ സ്റ്റീൽ ടൈപ്പ് സ്റ്റൗവാണ്. നമ്മൾ പഴയ കാലങ്ങളിൽ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ ടൈപ്പ് സ്റ്റൗവാണ്. ഇപ്പോൾ ഗ്ലാസ് ടോപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടൊരു കംപ്ലൈൻറ്റ് വന്നത് ഇവിടെ വരുന്നൊരു കണക്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്നൊരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂ ഊരിപ്പോയതാണ് ഇതിൻ്റെ മെയിനായിട്ട് വന്നൊരു കംപ്ലൈൻറ്റ്. പിന്നെ കൂടാതെ അതുകൊണ്ട് വരുന്ന ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രൂ ഊരി പോയി കഴിഞ്ഞാൽ ഇതിൽ ഫ്ലെയിം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു നോബ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ നോബ് ഊരിക്കഴിഞ്ഞാൽ അവിടേക്ക് ഫ്ലെയിം കൂടുതൽ ഒരു അടിയിൽ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്യണം. അടിയിലൊരു സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. നമുക്ക് താഴെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ക്രൂ എന്തെങ്കിലും ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പണായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അടുപ്പിൽ ഓണാണെങ്കിൽ തീ കത്തുന്നുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യണം. ആ സ്ക്രൂ ഇതാ വരുന്നത്. അപ്പോൾ ഈ സ്ക്രൂ നമ്മൾ സ്റ്റൗവിൻ്റെ അടിഭാഗത്ത് നിന്ന് നോക്കിയാലാണ് നമുക്ക് കാണുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലെയിം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെയിനായിട്ടുള്ള അത് നോബ് കണക്ട് ചെയ്തിരിക്കുന്ന ഇതിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഓണാക്കുമ്പോൾ കണ്ടില്ലേ, ഇതിലിങ്ങനെ ഒരഞ്ഞാണ് വരുന്നത്. ആ ഒരയുന്ന ടൈമിൽ എങ്ങാനും ഇത് ചെറിയ ലൂസ് എങ്ങാനും ഉണ്ടെങ്കിൽ ആ സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് ലാസ്റ്റ് അത് ഊരിപ്പോകുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരാറ് സാധാരണ. അങ്ങനെ ഊരിപ്പോയി കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ അടിയിൽ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പിച്ചളേൻ്റെ സ്ക്രൂ ആണ്. നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് നമുക്കത് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതാണ് ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ നോബ് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിടിയിച്ചെടുക്കാവുന്നതാണ്. ആ സ്ക്രൂ ഊരിയ ശേഷം നമുക്കിത് മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഊരിയെടുക്കാം. അപ്പോൾ ഇതിൽ 2 ഹോള് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഹോളായിട്ട് വരുന്ന ഇതാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുമ്പോൾ വരുന്ന, ഏറ്റവും കുറച്ച് വയ്ക്കുമ്പോൾ വരുന്ന അരുത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫായി പോകും. അപ്പോൾ ഓഫായി പോകാനുള്ള കാരണം ഈ ഹോൾ അടഞ്ഞിട്ടുണ്ടാവും. ഈ ഹോളിൽ ചില ഗ്രീസും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഓയിലൊക്കെ ഇടുന്നുണ്ട്. കൂടാതെ ഗ്യാസിൽ നിന്ന് വരുന്ന ചില അസംസ്കൃത വസ്തുക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ വന്നിട്ട് അടഞ്ഞു കൂടിയിട്ട് നമ്മുടെ ഈ ഹോൾ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫായി പോകുന്നതാണ്. നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫായി പോകും. അപ്പോൾ അതിന് ഈ ഹോൾ അടഞ്ഞതായിരിക്കും അതിൻ്റെ ഒരു കാരണം. മൂന്നാമത്തെ ഒരു കാരണം വരുന്നത് നമുക്ക് ഫ്ലെയിം ഫുള്ള് വയ്ക്കുമ്പോൾ നമുക്ക് തീ കുറവ് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എത്ര ഫുള്ള് വെച്ചാലും നമുക്കൊരു അതിൻ്റെ ഫ്ലെയിം വളരെ കുറവായിരിക്കും. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന വലിയ തുളയുണ്ട്. അതാണ് നമ്മൾ ഫുൾ ഫ്ലെയിം വരുന്നതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഹോള് അടഞ്ഞു കഴിഞ്ഞാലും നമുക്കിതേപോലെ ഫുൾ ഫ്ലെയിം വരുന്നത് നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ ഫുൾ ഫ്ലെയിമിലേക്ക് വയ്ക്കും നമ്മൾ ഓണാക്കി വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഗ്യാസ് സ്റ്റവ് കത്താണ്ട് വരുന്ന പ്രശ്നമൊക്കെ വരും. ആ കാരണവും ഇതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് വരുന്നത്. ഈ ഹോൾ അടഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, ചെറിയ അഴുക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഹോളിലേക്ക് വന്നിട്ടില്ല. ആ ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകും. അങ്ങനെ ഗ്യാസ് സ്റ്റവ് കത്താണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ കോട്ടൻ്റെ ഒക്കെ തുണി ഉപയോഗിച്ച് നമുക്ക് വളരെ ക്ലിയറാക്കി എടുക്കാം. അതിൽ മണലൊന്നും ആവാൻ പാടില്ല, നമുക്ക് പൊടിപടലങ്ങളൊന്നും ആവരുത്. അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു സ്ക്രാച്ച്നെസ് വരികയും ഗ്യാസ് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ മണ്ണും മണലൊന്നും ആവരുത്. വളരെ വൃത്തിയോട് കൂടിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടും, ലീക്കൊന്നും ഉണ്ടാവില്ല. എന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ, ഇതാണ് ബർണറിൻ്റെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ നമുക്ക് വളരെ കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. പൊടിയൊന്നും ആവാൻ പാടില്ല, വളരെ വൃത്തിയായിട്ട് വേണം ചെയ്യാൻ. അതേപോലെ ഇതിൻ്റെ ഉൾഭാഗത്തും എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹോളിൽ കൂടെ മുന്നിൽ കൂടെ തന്നെ നമുക്കൊരു തുണി എന്തെങ്കിലും ഇട്ടിട്ട് കോട്ടൻ്റെ തുണി കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്ക്രൂ ഇവിടുന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം ഒരു സ്പ്രിങ്ങും കൂടി കണക്ട് ചെയ്യാനുണ്ട്. ഒരു സ്പ്രിങ് വരുന്നുണ്ട്, അതാണ് ഇതിലേക്ക് ടൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പ്രിങ്ങിൻ്റെ പ്രഷറിലാണ് ഇവിടെ കറക്റ്റ് ലീക്കേജൊക്കെ ഒന്നും വരാണ്ട് ടൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ ആ സ്പ്രിങ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസിൻ്റെ നോബ് നമുക്കിതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഹോള് കാണുന്നില്ലേ, ആ ഹോള് വഴി വേണം നമുക്ക് ആ സ്ക്രൂ കണക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ കറക്റ്റ് വെച്ച ശേഷം നമുക്ക് താഴെ കൂടെ തന്നെ ആ സ്ക്രൂ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഓവർ ടൈറ്റ് ആക്കരുത്. ഓവർ ടൈറ്റ് ആക്കിയാൽ പൊട്ടിപ്പോകുന്നതാണ്, പിച്ചിലായതുകൊണ്ട്.
പിന്നെ മറ്റൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൗവിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്യും, താഴോട്ടൊന്നും നോക്കലുണ്ടാവില്ല. അപ്പോൾ ഈ താഴെ നമ്മൾ ഗ്യാസ് പോയിൻ്റ് ചെയ്ത് വരുന്ന ഗണ്ണാണ് കാണുന്നത്. അപ്പോൾ ആ ഗണ്ണിലൂടെ കറക്റ്റ് ഷാർപ്പായിട്ട് ഗ്യാസ് സ്പോട്ട് ചെയ്താണ് പോകുന്നത് ബർണറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ ആ ഗണ്ണ് കാണുന്നത് ഹോള് കാണുന്നത്. അപ്പോൾ ആ ഹോളിൻ്റെ അവിടെ വല്ല വലകെട്ടോ അങ്ങനെ എട്ടുകാലി വല കെട്ടിയതൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗ്യാസ് അവിടെ നിന്ന് സ്പ്രെഡായി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫ്ലെയിം കിട്ടത്തുമില്ല. അതൊരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഗണ്ണ് വഴി കറക്റ്റായിരിക്കണം പോകുന്നത്. അപ്പോൾ ആ ഗണ്ണ് നമ്മളൊന്ന് ചെറിയ പിച്ചളേൻ്റെ കോപ്പറിൻ്റെയൊക്കെ നമ്മൾ വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അധികം സ്ക്രാച്ച് ആവാൻ പാടില്ല, ആ ഗണ്ണ് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ നമ്മളത് കോട്ടൻ്റെ തുണി വെച്ച് തുടയ്ക്കുകയും ചെയ്യാം. കൂടാതെ ആ ഹോളിലേക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് വലകെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് കൂടി ഉണ്ട് മെയിനായിട്ട്. പിന്നെ നമുക്ക് ഈ ബർണറിൻ്റെ താഴ്ഭാഗം വരുന്ന ഈ സംഭവം നമുക്ക് ഊരിയെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഊരിയെടുക്കാനായിട്ട് അവിടെ ചെറിയൊരു സ്ക്രൂ ഉണ്ട്, അത് ഊരി കഴിഞ്ഞാൽ നമുക്കത് ഊരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആ സ്ക്രൂ വരുന്നത്, നമുക്കിത് ഊരി മാറ്റാം. ചിലപ്പോൾ ഇത് ഹീറ്റൊക്കെ ആയിട്ട് നല്ല ടൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അത് സ്ക്രൂ ലൂസാക്കിയ ശേഷം വേണം ഊരിയെടുക്കാൻ. അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ടാകും, ചിലപ്പോൾ പ്ലെയറൊക്കെ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ടൈറ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് അഴുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പാല് തിളച്ചു പോകുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കപ്പിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം വന്നടിയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് അതിൽ വന്നു കഴിഞ്ഞാൽ ഈ കപ്പ് കണ്ടില്ലേ, കപ്പിൻ്റെ ഉള്ളിൽ കൂടെ അടിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഗ്യാസ് കത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇവിടെ വരുന്ന ഈ നോബ് കാണുന്നത് നമ്മുടെ എയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഹോൾ വരുന്നത് എയർ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഗ്യാസ് സ്പോട്ട് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ എയറിൻ്റെ കൂടിയിട്ടാണ് ഇതിലേക്ക് ഉള്ളിലേക്ക് പോവുക. അങ്ങനെയാണ് നമുക്ക് ഫ്ലെയിം വളരെ കൂടുതൽ കിട്ടുകയും ഗ്യാസ് വളരെ കുറഞ്ഞ് ഉപയോഗിക്കാനും പറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ അടഞ്ഞിരുന്നാലും ഇതേപോലെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു കാരണം വരുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റൗവ് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ അടിയിൽ പേപ്പർ വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വെക്കാൻ പാടില്ല. കറക്റ്റ് എയർ സർക്കുലേഷൻ കിട്ടുന്ന ഭാഗത്തായിരിക്കണം ഗ്യാസ് സ്റ്റവ് വെക്കേണ്ടത്. എന്നാലാണ് ഫ്ലെയിം കാര്യങ്ങൾ കറക്റ്റ് കിട്ടുകയുള്ളൂ. കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഗ്ലാസ് ടോപ്പ് സ്റ്റവ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ 3 ബർണർ 4 ബർണറൊക്കെ വരുന്നുണ്ട്. അതിലും ഇതേ സെയിം സിസ്റ്റം തന്നെയാണുള്ളത്. അത് കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മോഡലിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്ലാസ് ടോപ്പ് സ്റ്റവിലാകുമ്പോൾ സെപ്പറേറ്റ് ലൈറ്റർ ഇൻബിൽറ്റ് വരുന്നുണ്ട്. അതിലാകുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു ഹോളും കൂടി ഉണ്ടാവും. ഹൈ ഫ്ലെയിം കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു വ്യത്യാസം മാത്രമാണ് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹീറ്റ് വരുന്നൊരു ഭാഗമാണ് ബർണറിനാണ് മെയിനായിട്ട് വരുന്ന മറ്റൊരു കംപ്ലയിൻറ്റ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോളുകളൊക്കെ അടഞ്ഞിട്ടുണ്ടാകും. നമ്മൾ പാലൊക്കെ തിളച്ച് വീഴുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹോൾ അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹോള് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കൂടെ നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാഷ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന് വെൻറ്റ് വരും. അതായത് ഇതിൻ്റെ വെയിറ്റൊക്കെ നഷ്ടപ്പെട്ട് ഇത് മൊത്തത്തിൽ വളഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ സൈഡിൽ കൂടെ അങ്ങനെ ഗ്യാസ് ലീക്കായിട്ട് സൈഡിൽ കൂടെയൊക്കെ തീ വരുന്നൊരു പ്രശ്നം വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ബർണർ തന്നെ മേടിച്ച് വെക്കണം. കുറഞ്ഞ ടൈപ്പ് വരുന്നുണ്ട്, അത് വീണ്ടും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ ഇതേ മോഡൽ ഒറിജിനൽ ബർണർ തന്നെ വെയിറ്റുള്ള കൂടിയ ബർണർ മേടിച്ച് വെക്കാം. പിന്നെ ബർണർ വയ്ക്കുന്ന കപ്പിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ എഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തുരുമ്പെടുത്ത പോലെയൊക്കെ വന്ന് നാശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പ് മാറ്റി വയ്ക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ ഈ ബർണറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ അഴിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാവുന്നതാണ്. അങ്ങനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്കതിലുള്ള ഹീറ്റ് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ റെഡ് കളറിലുള്ള തീ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് കറക്റ്റ് ഹീറ്റ് കിട്ടുന്ന തീയാണെങ്കിൽ നമുക്കിങ്ങനെ ബ്ലൂ ഉണ്ടാവേണ്ട, അതിനിടെ റെഡ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ അഴുക്കുകളൊക്കെ വന്നിട്ടുണ്ടാവുന്നതാണ്. പിന്നെ ഗ്യാസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതേപോലെ അഴുക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് ഫ്ലെയിം റെഡ് വരുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് നല്ല കറക്റ്റായിട്ട് കത്തുന്നതാണ്, നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ ഡിസ്കണക്ട് ചെയ്ത ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സോപ്പിൻ്റെ പത എടുത്തിട്ട് നമ്മളവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊമ്പളങ്ങനെ വലുതായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈപ്പും കൂടി മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വളരെ വ്യക്തമായി കണ്ട ശേഷം മാത്രം സർവീസ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇത് ഉപകാരപ്പെട്ടെ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വയ്ക്കുക. ഒരുപാട് വീഡിയോസ് വരുന്നതാണ്. വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.